നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ സങ്കടമുള്ളൊരു വിഷയമായിട്ടാണ്. കാരണം ഒരു 14 വയസ്സുകാരി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം, അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ, അതായത് സ്കൂളുകളിലുള്ളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം മാത്രമാണിത്. കാരണം ആശിർ നന്ദ എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത്. അതിനുള്ള കാരണം മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളതിനുള്ള പരിഹാസവും അതിനുള്ള ധാർമ്മികമായ പീഡനവും ഒക്കെ സഹിച്ചിട്ടാണ് ആ കുട്ടിക്ക് കാര്യം ചെയ്യേണ്ടി വന്നത്. വളരെ സങ്കടമുണ്ട്. കുഞ്ഞു മോളാണ്. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ സ്കൂളിൽ തന്നെ പഠിക്കുന്ന, അതായത് ഞാൻ ഇതൊരു സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, സെൻറ്റ് ഡൊമിനിക് സ്കൂൾ, പാലക്കാട് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. വർഷമായിട്ട് അറിയാവുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നത് വളരെ വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പം ന്യൂസിൽ മൊത്തം ഇത് തന്നെയാണ് വാർത്ത. ഇനിയെങ്കിലും മറ്റുള്ള സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിലും അവരെ ട്രീറ്റ് ചെയ്യുന്നതിലും സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇതൊരു പാഠമാവട്ടെ. ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു. കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ ലെറ്റർ പാഡിൽ ഇവര് ന്യൂസ് അയച്ചിട്ടുണ്ട് ഓരോ രക്ഷാവിന്റെ ഫോണിലേക്ക്. അതാണ് പറയുന്നത്. ചെറിയ കുറച്ച് മുടി ഉണ്ടെങ്കിൽ അപ്പൊ വെട്ടാൻ പറയും. ഞങ്ങളോട് ഫുൾ മൊട്ടടിക്കാനൊക്കെ പറയുന്നു. ചെറിയ മൊട്ടടിച്ചു വന്നാലും അവര് മൊട്ടടിക്കാൻ പോകുന്നുണ്ട് പറയും. മുടി കുറച്ച് ഫുള്ള് മൊട്ടടിച്ചു തരാൻ പറയും. എന്താണ് പറയാനുള്ളത്? വലിയ തോതിലുള്ള പ്രതിഷേധം ഒരുപാട് നടക്കുന്നുണ്ട്. എന്തായാലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുട്ടി മരിച്ചത് മിനിഞ്ഞാന്നാണ്. അവർ ഈ ഒരു സ്കൂളിൻ്റെ മുന്നിൽ ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് നിങ്ങളിത് കാണിക്കണം. ഇത് അനുശോചനമല്ല. ഫസ്റ്റ് 4 പേര് അനുശോചനം, ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ്. അതായത് ഇതിലേക്ക് ആരെങ്കിലും ഇതൊന്നും നിങ്ങളോട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പറയുന്നുണ്ട്. ഞങ്ങളിവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ PTA മീറ്റിംഗ് ഓക്കെ ഞങ്ങളിവിടെ സംസാരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, വല്ലാത്ത തോതിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? വളരെ സങ്കടമുണ്ട്. കാരണം ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ആദ്യമായിട്ട് മാതാപിതാക്കൾ, കാരണം കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ എന്തോ കാരണം സ്കൂളിലുള്ള ടോർച്ചർ വേറെ, വീട്ടിലുള്ള ടോർച്ചർ വേറെ. ഈ ടോർച്ചറൊക്കെ സഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അമ്മമാരായാലും അച്ഛന്മാരായാലും ഒന്ന് മാത്രം കുട്ടികൾക്ക് പ്രഷർ കൊടുക്കാതിരിക്കും. അവർ പഠിക്കും. ഈ തലമുറയുള്ള പിള്ളേരെ, പിള്ളേരും പഠിക്കുന്ന പിള്ളേർ തന്നെയാണ്. പിന്നെ നിങ്ങൾ ടോപ്പിലെത്തിക്കുക എന്നുള്ള വാശി, അത് മക്കളിലോട്ട് കൊടുക്കുന്ന പ്രഷർ, അത് തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. കാരണം കുട്ടികൾക്ക് പ്രഷർ കുക്കറല്ല കുട്ടികളായിട്ട് പ്രഷർ ചെയ്ത് പഠിപ്പിക്കുക. കുട്ടികളെ മുടി വളർന്ന അപ്പോൾ ആ കുട്ടികൾ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ രീതിയിലാണ് ടീച്ചർമാർ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഓപ്പൺ പ്ലേസിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇറിറ്റേഷനുള്ള സൗണ്ട് കാര്യമുണ്ട്. കാരണം ഇത് ഉടനെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിടുക. കാരണം പഠിത്തം, അതായത് അവർ പഠിക്കും. ഇപ്പോഴത്തെ തലമുറ പഠിക്കാൻ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രഷറും വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒന്നും മാത്രം ചിന്തിക്കുക, ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് കാര്യമായിട്ട് പറയാൻ അറിയില്ല. എങ്കിലും ആ കുഞ്ഞും അതിൻ്റെ സ്വപ്നങ്ങളാണ് ഇല്ലാണ്ടായത്.
കാരണം അതിന് ജീവിക്കാൻ മനുഷ്യന് ഫ്രീഡമാണ് വേണ്ടത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലമൊന്നുമല്ല. അപ്പം അത് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവർക്ക് കൊടുക്കേണ്ട പരിഗണനയുണ്ട്. അത് ടീച്ചേഴ്സായാലും വീട്ടിൽ നിന്ന് മാതാപിതാക്കളാണെങ്കിലും അത് കൊടുക്കേണ്ട കാര്യം നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ അത് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.